കിരണിന്റെയും കല്യാണിയുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? അതിനുമുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളൊന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ നാളത്തെ കഥയും നമ്മൾ കാണുന്നേ ചന്ദ്രസേനയും കൂട്ടിക്കൊണ്ട് കിരൺ മുറിയിലേക്ക് പോവണം. ആ സമയത്ത് ശാരിയുടെ അടുത്തേക്ക് രൂപ എന്നിട്ട് പറഞ്ഞു, അയാളുണ്ടല്ലോ നിന്റെ ഭർത്താവ്, ആ രാഹുല് കാരണമാണ് എന്റെ മോള് ഇപ്പോഴും മരണത്തോടും മല്ലടിച്ച് കിടക്കുന്നത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവനെ കൊല്ലേണ്ട സമയം പണ്ടേ കഴിഞ്ഞ. എന്റെ കയ്യിലെങ്ങാനും കിട്ടുവാണെങ്കിലുണ്ടല്ലോ സഹോദരനൊന്നും ഞാൻ നോക്കത്തില്ല. ഇവിടെ വന്ന് കഴിഞ്ഞപ്പോ തിളച്ച വെള്ളം ഒഴിച്ച സമയത്ത് അവന്റെ കഴുത്തിന് കത്തി വെച്ചാൽ മതിയായിരുന്നു. ഞാൻ അന്തസ്സായിട്ട് ജയിലിൽ പോയി കിടക്കായിരുന്നു. അത് കേട്ടപ്പോ ശാരി പറഞ്ഞു, ഇങ്ങനൊന്നും പറയല്ലേ രൂപയ്ക്ക് അറിയാലോ, ഞാൻ അയാൾ ഈ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പം ഈ വീട്ടിൽ നിന്ന് ആട്ടിയിറക്കാൻ ശ്രമിച്ചോളാം. എനിക്ക് അയാൾ ജീവിച്ചിരിക്കണമെന്നൊരാഗ്രഹം പോലും ഇല്ല. എന്റെ മുന്നിലേക്ക് വരുവാണെങ്കിൽ കൊല്ലാൻ പോലും ഞാൻ മടിക്കില്ല. നിങ്ങൾ പറയുവാണെങ്കിൽ ഞാൻ അയാളെ കൊന്നോളാം. കൊല്ലാനാണ് പോലും നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്ത് നിന്നോണ്ടല്ലേ. അല്ലെങ്കിലും ഇത്രയും കാലം എന്റെ ചന്ദ്രേട്ടനും ജീവിതം നശിപ്പിച്ച് അയാൾ ഒറ്റയെടുത്തനല്ലേ നീച്ചു. കൂട്ടുപ്രതികളായിട്ട് നീ നിന്റെ മോളും ഒക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പോഴേക്കും ശാരി പറഞ്ഞു, അന്ന് അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി. പിന്നീടാണ് തെറ്റുകളൊക്കെ മനസ്സിലാവുന്നേ. ഞാനും എന്റെ മോളും ഒക്കെ എത്ര വലിയ തെറ്റാ ചെയ്തതെന്ന് ഞങ്ങൾ മാറാൻ തീരുമാനിച്ചു. പക്ഷേങ്കില് അയാൾ മാറാൻ തീരുമാനിച്ചില്ല. അയാൾക്ക് എന്ത് ശിക്ഷ കിട്ടിയാലും എനിക്കൊരു പ്രശ്നമില്ല. എനിക്ക് അതിനകത്ത് ഒരു വേദന ഉണ്ടാകത്തില്ല. അയാൾ മരിക്കണം തന്നെയാണ് എന്റെ ആഗ്രഹം. കാരണം എന്റെ മോൾക്കും ഒക്കെ ഒരു ജീവിതം ഉണ്ടാക്കി തന്ന കിരൺ മോനും കല്യാണി മോളൊക്കെയാണ്. അങ്ങനെയുള്ള കല്യാണിക്ക് ഒരു ആപത്ത് വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് സഹിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ചൂപ്പ് പറഞ്ഞു, ഒരു കാര്യം ഉറപ്പാ, കിരൺ എന്തായാലും വെറുതെ ഇരിക്കും തോന്നില്ല. കാര്യം പറഞ്ഞാല് എന്റെ സഹോദരനൊക്കെ ആയിരിക്കും, അവന്റെ അമ്മാവനായിരിക്കും. പക്ഷെ ആ ഒരു ബന്ധമൊന്നും അവൻ കാണിക്കത്തില്ല. കല്യാണി മോളെ കൊല്ലാനാ ശ്രമിച്ചിരിക്കുന്നത്. 1ഉം 2ഉം തവണയല്ല, ഇതിനു മുമ്പ് ഇങ്ങനെ ശ്രമിച്ചിട്ടുണ്ട്. അവൻ ജയിലിൽ നിന്ന് പരോളിൽ ഇറങ്ങിയതാ. എന്നിട്ട് പോലും ആ സമയത്ത് പോലും മോളെ കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ഇതങ്ങനെ വെറുതെ വിടാൻ പറ്റുന്ന കാര്യമല്ല എന്ന് പറഞ്ഞു. ആ സമയം മുറിയിലേക്ക് എന്ന് കഴിഞ്ഞപ്പോഴത്തേനും ചന്ദ്രസേനൻ ചോദിച്ചു, എന്താടാ മോനെ, നിനക്ക് എന്താ എന്നോട് പറയാനുള്ളതെന്ന് ചോദിച്ചു. അല്ല, ആ രാഹുലിനെ അന്വേഷിച്ച് പോയിട്ട് അവനെ കുറിച്ച് വല്ല വിവരം കിട്ടിയാച്ചാ ഇനി ഒരിക്കലും അവനൊരു ശല്യമായിട്ട് ആരുടെ മുന്നിലേക്ക് വരത്തില്ല. എന്താടാ നീ എന്താ ഉദ്ദേശിച്ചെന്ന് ചോദിച്ചു. അവന്റെ കാര്യം ഇപ്പൊ ഫിനിഷ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞു. സത്യമാണോ നീ പറയണേ? അതെ അച്ഛാ, അവനെ ഞങ്ങൾ പിടികൂടി. അവന്റെ വിചാരം അവനെ പിടികൂടില്ല, രക്ഷപ്പെട്ടു പോകാന്നായിരുന്നു. 14 ദിവസത്തെ റിമാൻഡ് കാലാവധി കഴിയുമ്പോ എങ്ങനെയെങ്കിലും എല്ലാരും പറ്റിച്ച് ജയിലിലേക്ക് തിരികെ മടങ്ങി പോകാന്നായിരുന്നു കരുതിയിരുന്നേ. പക്ഷെ അവനെ പിടികൂടി ഞാനും രതീഷും വേലും കൂടെ ആ കാട്ടിനകത്തേക്ക് കൊണ്ടുപോയി. കൊടുങ്കാട്ടില് അറിയാലോ, ഗംഗാപ്രസാദിനെ കൊണ്ടുപോയ കാട്ടിലേക്ക്. പിന്നീട് അവിടെ കൊണ്ടുപോയി അവന്റെ കൈയും കാലും എല്ലാം ബന്ധിച്ചു. വായിക്കകത്ത് തുണിയും തിരികെ അവിടെ ഇട്ടെന്ന് പറഞ്ഞു. അല്ലട മോനെ, കഴിഞ്ഞ പ്രാവശ്യം ഗംഗാപ്രസാദ് തിരികെ വന്ന പോലെ എങ്ങനെ അവൻ വരുമോ? ഇല്ലച്ചാ, ആ കാര്യത്തിൽ പേടിക്കണ്ട. ഗംഗാപ്രസാദ് കിടന്നു കഴിഞ്ഞ സമയത്ത് ഗംഗാപ്രസാദിനെ രക്ഷിക്കാനായിട്ട് വേലു അങ്ങോട്ടേക്ക് ഓടി ചെന്നിട്ടുണ്ടായിരുന്നു. അവൻ അധിക സമയമൊന്നും കിടന്നില്ല അവിടെ. പോരാത്തൻ അവന് കൊടുങ്കാട്ടിലും ആയിരുന്നില്ല. പക്ഷെ ഈ പറയുന്ന രാഹുലിനെ കൊണ്ടിട്ടേക്കുന്ന കൊടുങ്കാട്ടില ക്രൂര മൃഗങ്ങളൊക്കെ ഉണ്ട്. ചെന്നായകള് കുറുനരികളൊക്കെ കടിച്ചു കീറും. ഓരോ നിമിഷം മരണഭയവുമായിട്ട് ഇഞ്ചിഞ്ചായിട്ട് അവൻ മരിക്കണം. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ചന്ദ്രസേനൻ പറഞ്ഞു, അതാ മോനെ നല്ലത്. അങ്ങനെ തന്നെ വേണം. അവൻ മരിക്കേണ്ടവനാ. എപ്പോഴാണെങ്കിലും അവൻ മരിക്കണമല്ലോ. സത്യം പറയാലോ, അവനെ പണ്ടേ കൊല്ലേണ്ടതായിരുന്നു പറഞ്ഞു. അത് കേട്ടിഞ്ഞപ്പോ കിരൺ പറഞ്ഞു, അതേ അച്ഛാ, ഇനി എന്താണോ അവൻ തലപൊക്കി വരത്തില്ല. ഇനി അവൻ മരിച്ചില്ലെങ്കിൽ ഇത്തിരിയെങ്കിലും ജീവനുണ്ടെങ്കിൽ ബാക്കി കാര്യങ്ങളൊക്കെ വേലും ഒക്കെ നോക്കിക്കോളും. അവന്റെ എല്ലും മുള്ളും മാത്രം കിട്ടിയാൽ മതി. ഇത് കേട്ടപ്പോ ചന്ദ്രസേനൻ പറഞ്ഞു, ഈ ശാരിക്കും സരുവിനും ഒക്കെ പങ്കുണ്ടോന്ന് അറിയത്തില്ല. അപ്പോഴേക്കും കിരൺ പറഞ്ഞു, ഏയ് സരുവിന് പങ്കുണ്ടെന്ന് തോന്നില്ല. അവൾക്ക് ഇപ്പോഴും അച്ഛനോട് ദേഷ്യ. ഒന്നും പറയാൻ പറ്റില്ല മോനെ, സ്വഭാവം വെച്ചിട്ടൊന്നും പറയാൻ പറ്റില്ല. എന്തായാലും അവന്റെ ശല്യം തീർന്നല്ലോ. പിന്നെ അവന്റെ മരണം ഉറപ്പിക്കണം. ഗംഗാപ്രസാദനെ കൂട്ടായിരിക്കില്ല. ഇപ്പൊ വേറൊരുത്തനും കൂടെ ഉണ്ടല്ലോ, വിക്രം എന്ന് പറയുന്ന ഒരുത്തൻ. ഇവനെ പോലെ തന്നെ അപകടകാരിയാണ് അവനും ജയിലിൽ നിന്ന് ഇറങ്ങിയ വെറുതെ ഇരിക്കും തോന്നുന്നുണ്ടോ? ഒരിക്കലും ഇല്ലാന്ന് പറഞ്ഞു. അപ്പോഴേക്ക് കിരൺ പറഞ്ഞു, അവനും വന്നിട്ട് ഇനി ഇങ്ങനെ ചെയ്യുന്നെങ്കിൽ അവനുള്ള ശിക്ഷ ഞാൻ തന്നെ കൊടുക്കുവച്ചാ. ഇത്രയും കാലം ഒന്നും മിണ്ടാതെ പറയാതെ വെറുതെ പോയി. പക്ഷെ ഇനി അങ്ങനെ ആയിരിക്കില്ല. ശിക്ഷ കൊടുക്കേണ്ട സമയത്ത് തന്നെ കൊടുക്കണം. എത്രയാന്ന് വെച്ചാൽ വെറുതെ ഇരിക്കുന്നേ. ഇനി ഇതങ്ങനെ വെറുതെ വിടാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ സേനൻ പറഞ്ഞു, ശരിക്കും മോനെ, ഇത് നേരത്തെ ചെയ്യുമായിരുന്നെങ്കിൽ ഈ കല്യാണ മോൾക്ക് ഇങ്ങനെ ആപത്തൊന്നും ഉണ്ടാകത്തില്ലായിരുന്നു. ഞാൻ പറഞ്ഞല്ലായിരുന്നോ, രാഹുല് അവൻ ദുഷ്ടനാണ്, ബഗാസുരനാണ്. അവൻ പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉപദ്രവിക്കാൻ ശ്രമിക്കുമെന്ന്. ശരിക്കും അവൻ പുറത്തിറങ്ങിയിട്ട് മോനെയൊക്കെയാ ടാർഗറ്റ് ചെയ്തിരുന്നത്. കാരണം കല്യാണി മോൾക്ക് ഒരു നല്ല ഗതി ഉണ്ടായത് അവന് സഹിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് കല്യാണി മോളെ അവൻ പുറത്തിറങ്ങിയപ്പോൾ തന്നെ ടാർഗറ്റ് ചെയ്തേ.
അവൻ ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ വീണ്ടും അവൻ ഇനിയും വന്നേനെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ കിരൺ പറഞ്ഞു, അതൊക്കെ എനിക്കറിയാച്ച, അതല്ലേ കല്യാണി അബോധാവസ്ഥയിൽ കിടക്കുന്ന സമയത്തും ഞാൻ അവനെ അന്വേഷിച്ചു പോയെന്ന് ചോദിച്ചു. അല്ല ഇപ്പം മോൾക്ക് പ്രശ്നമൊന്നും ഇല്ല അല്ലേ? ബോധം മീന്, പക്ഷെ എനിക്ക് കണ്ട് സംസാരിക്കാൻ പറ്റിയില്ല. സാരമില്ല അച്ഛാ, ഇനി അവളെ തേടി എത്തുന്നൊരു സന്തോഷ വാർത്തയല്ലേ. ഇനി അധികം വൈകാതെ തന്നെ അവന്റെ കഥ കഴിഞ്ഞെന്നുള്ള കാര്യങ്ങളൊക്കെ എല്ലാവരും അറിയുമെന്ന് പറഞ്ഞു. അവന്റെ എല്ലും മുള്ളും കിട്ടുവാണെങ്കിൽ കർമ്മം ചെയ്യാനായിട്ട് സരയുവിന് കുറച്ച് കൊടുത്തേക്കാന്ന് പറഞ്ഞു. ചന്ദ്രസേനൻ പറഞ്ഞു, സൂക്ഷിക്കണം അവളെ, ഒരുപക്ഷെ അവളുടെ അച്ഛൻ മരിച്ചെന്ന് പറഞ്ഞാൽ അവള് വെറുതെ ഇരിക്കില്ല എന്ന് പറഞ്ഞു. അവൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവളിപ്പം നമ്മുടെ സംരക്ഷണയിലല്ലേ, അതൊക്കെ ശരി തന്നെയാ, എന്നാലും ഒന്ന് സൂക്ഷിക്കണം എന്നല്ലാന്ന് പറഞ്ഞു. അപ്പോഴേക്കും രൂപ അങ്ങോട്ടേക്ക് വന്നു. രൂപ വന്നിട്ട് പറഞ്ഞു, മോനെ ആ രാഹുൽ എന്ന് പറയുന്ന ദുഷ്ടനെ കൈ കിട്ടിയിട്ടുണ്ടെങ്കിൽ വെച്ചേക്കരുത്, കാരണം കാട്ടാള രൂപം പൂണ്ട ഒരുത്തനാണ്, അവന് മനുഷ്യനൊന്നും അല്ലാന്ന് പറഞ്ഞു. അവനെ കൈ കിട്ടിയിട്ടുണ്ടെങ്കിൽ അവനെ വല്ല മൃഗങ്ങൾക്ക് ഇട്ടുകൊടുത്തേക്കണം, മൃഗങ്ങൾ അവനെ കടിച്ചു കീറി തിന്നട്ടെ, അതായിരിക്കണം അവനുള്ള ശിക്ഷ എന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ കിരൺ പറഞ്ഞു, അമ്മ പേടിക്കൊന്നും വേണ്ട, ധൈര്യമായിട്ടിരിക്കുക, ഇനി കല്യാണി ഉപദ്രവിക്കാനായിട്ട് ആരും വരത്തില്ല. പിന്നെയുള്ളത് ഞാൻ വിക്രമാണ്, അവൻ വന്നിട്ടുണ്ടെങ്കിലും അവന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടായിക്കോളാന്ന് പറഞ്ഞു. സൂക്ഷിക്കണം മോനെ, കാരണം ഹോസ്പിറ്റലാണെങ്കിലും കല്യാണി മോളെ ഇല്ലാതാക്കാൻ ചിലപ്പോൾ ആരെങ്കിലും വന്നെന്നിരിക്കും. ഈ പറയുന്ന സരുവിനെ പോലും വിശ്വസിച്ചുകൂടാ. സരയു വന്നാലും മോനൊന്ന് സൂക്ഷിക്കുന്നല്ല. അവളിനി കല്യാണി ഒന്നും ചെയ്യത്തില്ലമ്മേ, ആ ഒരു വിശ്വാസം എനിക്കുണ്ടെന്ന് പറഞ്ഞു. പിന്നീട് കിരൺ അങ്ങോട്ടേക്ക് പോവാണ്. അപ്പോഴേക്കും രൂപ പറഞ്ഞു, ഇപ്പോഴേ എനിക്കൊരു സമാധാനമായത്, മോള് ജീവിതത്തിലേക്ക് മടങ്ങി വന്നല്ലോ, ആകെ പാടൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. മോൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ സഹിക്കാൻ പറ്റുമോ ചന്ദ്രേട്ട? എല്ലാരെ കോർത്തിണക്കി ഇങ്ങനെ കൊണ്ടുവന്ന് തന്നെ അവള് ഒറ്റയെടുത്തിയ കല്യാണിമോള് കിരണിന്റെ ജീവിതത്തിലേക്ക് വന്നുകൊണ്ടാ അവരുടെ ജീവിതത്തിൽ ഇത്ര സൗഭാഗ്യങ്ങളൊക്കെ ഉണ്ടായത്. ഒരുപക്ഷെ ആ സരയുമായിട്ടുള്ള ബന്ധം ഞാനൊന്ന് ഉറപ്പിച്ചായിരുന്നെങ്കിൽ, അവരുടെ കല്യാണം നടത്തിയായിരുന്നെങ്കിൽ എൻ്റെ മോൻ്റെ അവസ്ഥ എന്താവുമായിരുന്നു, എനിക്കത് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ലെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ സേനം പറഞ്ഞു, കാര്യങ്ങളൊക്കെ കലങ്ങി തെളിഞ്ഞല്ലോ, ഇനി ഇപ്പം പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, നീ ധൈര്യമായിട്ടിരിക്കും രൂപേ, പേടിക്കാനൊന്നും ഇല്ലാന്ന് പറഞ്ഞു. നമ്മുടെ മോനല്ലേ ഉള്ളേന്ന് ചോദിച്ചു. ചന്ദ്രസേന ധൈര്യമായിരുന്നു, കാരണം രാഹുലിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി, ഇനിയിപ്പോൾ വെക്കറല്ലേ ഉള്ളൂ. പിന്നീട് കിരൺ നേരെ പോകുന്ന ഹോസ്പിറ്റലിലേക്കാണ്. അങ്ങനെ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും കാദംബരി പറഞ്ഞു, അതെ കല്യാണി കിരണിനെ അന്വേഷിച്ചായിരുന്നു പറഞ്ഞു. ആണോ? പിന്നീട് കല്യാണിന്റെ അടുത്തേക്ക് വന്നു. കല്യാണിന്റെ അടുത്ത് നിന്നിപ്പോൾ കല്യാണി കണ്ണു തുറന്ന് കിടക്കുമായിരുന്നു. കിരണേണ്ണ ഇത് എവിടെ പോയതായിരുന്നു? അത് പിന്നെ ഞാൻ വീട്ടിലൊന്ന് പോയായിരുന്നു അച്ഛനമ്മയും കാണാനായിട്ട്. എന്നിട്ട് അവരെന്ത് പറഞ്ഞു? അവർക്കൊക്കെ സങ്കടമായിരിക്കും അല്ലേ? പേടിക്കണ്ട, നിനക്ക് ഒരു കുഴപ്പമില്ലെന്ന് ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്. നീ ജീവിതത്തിലേക്ക് മടങ്ങി വരും, എനിക്കറിയായിരുന്നു നീ വരുമെന്ന്. എന്നെ ഇട്ടിട്ട് പോകാനായിട്ട് നിനക്ക് അങ്ങനെ പെട്ടെന്ന് പറ്റുമോ? അങ്ങനെയൊക്കെ പറഞ്ഞ് കല്യാണിയുടെ കയ്യിലേക്ക് അങ്ങോട്ട് പിടിക്കുന്നുണ്ട് കിരണ. ആ സമയത്ത് കല്യാണി പറഞ്ഞു, ഞാനൊന്ന് പേടിച്ചു പോയായിരുന്നു കിരണേട്ടാ, പക്ഷേ എനിക്ക് എൻ്റെ കാര്യം ഓർത്തിട്ട് ടെൻഷൻ ഇല്ലായിരുന്നു, കിരണേട്ടൻ്റെ കാര്യമൊക്കെ ഓർത്ത് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. സാരമില്ല, ഇനി ഒന്നും സംഭവിക്കില്ല. നിന്നെ ഉപദ്രവിക്കാൻ വന്ന ആ രാഹുൽ ഉണ്ടല്ലോ, ഇനി ജീവനോടെ ഉണ്ടായിരിക്കില്ല എന്ന് പറഞ്ഞു. അവൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കിയിട്ടുണ്ട്, നീ ധൈര്യമായിട്ടിരുന്നോളാൻ പറഞ്ഞുകൊണ്ട് കല്യാണിയെ ആശ്വസിപ്പിക്കുകയാണ്. ആ സമയത്ത് ജയിൽ വാർഡന് വിക്രത്തിന്റെ അടുത്തേക്ക് ചെല്ലുവാണ്. വിക്രത്തിന്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, നീ സന്തോഷത്തോടെ ഇരിക്കുമായിരിക്കില്ലേ? സന്തോഷിക്കേണ്ട കാര്യമൊന്നുമില്ലടാ, കുത്തിയിട്ട് കടന്നു കളഞ്ഞവനല്ലേ രാഹുല്. അവനെ അന്വേഷിച്ച് പോലീസ് പരക്കം പായുന്നുണ്ട്, പക്ഷെ അവനെക്കുറിച്ച് ഒരു വിവരവും കിട്ടിയിട്ടില്ല. അവൻ എവിടെ എന്താണെന്നും അറിയത്തില്ല. മിക്കവാറും അവന്റെ കഥ കഴിഞ്ഞെന്ന് കാണുമായിരിക്കും. അവൻ ഇനിയിപ്പോൾ ജീവനോടെ ജയിലിലേക്ക് വരാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു. അത് കേട്ടപ്പം വിക്രത്തിന്റെ ഞെട്ടലുണ്ടായി. ഇനിയിപ്പം രാഹുലങ്ങളുടെയും കഥ തീർന്നോ? ഗംഗാപ്രസാദിനെ കുറിച്ചൊരു വിവരവും ഇല്ല. അങ്ങനെയാണെങ്കിൽ ഏക പ്രതീക്ഷ അങ്കിളായിരുന്നു. അങ്കിളി എന്നിട്ട് കല്യാണിയെ തീർത്ത് കളയും, പക്ഷെ കല്യാണിയെ കുത്തി, അവളും മരിച്ചിട്ടില്ല. അപ്പോഴേക്കും വാർഡൻ പറഞ്ഞു, അത് മാത്രമല്ല, നിനക്കൊരു ദുഃഖവാർത്തയുണ്ട്. എന്താണെന്നറിയോ? ആ കല്യാണി ഉണ്ടല്ലോ ജീവിതത്തിലേക്ക് മടങ്ങി വന്നു, അവർക്ക് ബോധം വീണെന്ന് പറഞ്ഞു. അവരിനെ മരിക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു. വിക്രത്തിന് അതൊരു ഞെട്ടലായിരുന്നു, കാരണം എത്രയോ വട്ടം അവളെ കൊല്ലാൻ ശ്രമിച്ചിരിക്കുന്നു, പക്ഷെ ഓരോ തവണ ഫിനിക്സ് പക്ഷിയെ പോലെ അവള് ഉയർത്തെഴുന്നേറ്റുകൊണ്ടിരിക്കുക. എന്ത് ചെയ്യാനാ? അപ്പോഴേക്കും വാർഡൻ പറഞ്ഞു, ഇനി നിനക്ക് രക്ഷയില്ലടാ, നീ പുറത്തിറങ്ങിയാലും നിന്നെ തീർക്കാനും അവിടെ കൊലക്കത്തിയായിട്ട് ആരെങ്കിലും ഒക്കെ കാത്തിരിക്കുന്നുണ്ടായിരിക്കും എന്ന് പറഞ്ഞു. വിക്രത്തിന് ഭയങ്കര ടെൻഷനായി, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയാ. വിക്രത്തിന്റെ മനസ്സിലേക്ക് കിരണിന്റെ രൂപം വന്നു. ഒരുപക്ഷെ ഇനിയിപ്പോൾ താൻ പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ തന്നെ കിരൺ തീർക്കോ എന്നൊരു ചിന്ത വരെ മനസ്സിലുണ്ടാകുന്നുണ്ട്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത്. ഇനിയിപ്പോൾ അധികം വൈകാതെ തന്നെ ബെയില് വിളിച്ചിട്ട് ആ സന്തോഷ വാർത്ത അറിയിക്കും. എന്താന്ന് വെച്ചാൽ അവന്റെ കാര്യത്തിൽ തീരുമാനമായെന്ന്, രാഹുലിന്റെ അവനെ മൃഗങ്ങളെ കടിച്ചു കയറി കൊന്നെന്ന്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.